ഹായ്, എന്റെ പുതിയൊരു വീഡിയോ സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അഹല്യ. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ന്യൂട്രിയൻസിനെ പറ്റിയിട്ടാണ്. ആദ്യമേ തന്നെ ന്യൂട്രിയൻസ് എന്താണെന്ന് ഞാൻ പറയാം. ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ട് ഇരിക്കാനും മാക്സിമം എനർജി ബൂസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ബോഡിയിലെ ഓരോ പ്രോസസ്സും നല്ല സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത്. ന്യൂട്രിയൻസ് രണ്ട് വിധത്തിലാണ് ഉള്ളത്. ഒന്ന് മാക്രോ ന്യൂട്രിയൻസും, രണ്ട് മൈക്രോ ന്യൂട്രിയൻസും. ആദ്യമേ തന്നെ ഞാൻ മൈക്രോ ന്യൂട്രിയൻസ് എന്താന്ന് പറയാം. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ന്യൂട്രിയൻസ് ലെവൽ കൂടുതൽ ഉള്ള ന്യൂട്രിയൻസിനെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അതായത് എനർജി നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന ന്യൂട്രിയൻസിനെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്നും, എനർജി കുറവുള്ള എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ആണ് മാക്രോ ന്യൂട്രിയൻസ് എന്നും പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് മൈക്രോ ന്യൂട്രിയൻസിന്റെ കീഴിൽ വരുന്നത് എന്തൊക്കെയാണ്, അതായത് ഏതൊക്കെ ന്യൂട്രിയൻസ് ആണ് മൈക്രോ ന്യൂട്രിയൻസിന്റെ കീഴിൽ വരുന്നത് എന്നുള്ളതാണ്. ഫസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റ് എന്തിനാണ് നമ്മൾ കഴിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻ ആയിട്ട് നമുക്കറിയാം എനർജി പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലെ. എനർജി, അതായത് ഇപ്പം നമ്മൾ റൈസ് കഴിക്കുന്നു, ബ്രെഡ് കഴിക്കുന്നു, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതിനൊക്കെ നമുക്ക് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു എനർജി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം എന്ന് പറയുന്നത്. ഈ പൊട്ടറ്റോ എന്ന് പറയുന്നതൊക്കെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ. പ്രോട്ടീൻ അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയുള്ള ഫുഡ് നമ്മൾ എന്തിനാണ് കഴിക്കുന്നത്? അതായത് ഈ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ പൗഡേഴ്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ആണ് അവർ കൂടുതലും എടുക്കുന്നത്. അപ്പം അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതെ, നമുക്ക് മസിൽസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അല്ലെങ്കിൽ അതുമായി റിലേറ്റഡുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കണം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ മസിൽസ് ബിൽഡ് ചെയ്യാനും ഗ്രോത്ത് റിപ്പയറിന് വേണ്ടിയിട്ടാണ്, ടിഷ്യൂസിന്റെ ഗ്രോത്ത് റിപ്പയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കണം എന്ന് പറയുന്നത്. പിന്നെ അതില് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ്സ് ഏതൊക്കെയായിരിക്കും? ഈ പറയുന്ന പോലെ എഗ്ഗ്, അതേപോലെ മിൽക്ക്, യോഗർട്ട്, തൈര്, ചീസ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മസിൽസ് ബിൽഡ് ചെയ്യാനും വൂണ്ടുകൾ, അതായത് മുറിവുകൾ വേഗം ഹീൽ ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ന്യൂട്രിയന്റും കൂടിയാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അടുത്ത ഒരു മെയിൻ ന്യൂട്രിയന്റ് ആണ് ഫാറ്റ്സ് എന്ന് പറയുന്നത്. ഫാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനർജി സ്റ്റോർ ചെയ്യാനും അതേപോലെ വൈറ്റമിൻ അബ്സോർപ്ഷനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫാറ്റ്സ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നത്. ഫാറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഏതൊക്കെ ആഹാരങ്ങളിൽ നിന്നാണ് കിട്ടുന്നതെന്ന് വെച്ചാല് ഗീ, ഓയില്, ബട്ടർ, അതേപോലെ ഇപ്പം മീറ്റിന്റെ കേസൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ, അങ്ങനെയുള്ള ആ ഒരുപാട് എന്താ പറയാ ഫുഡിൽ നിന്നും നമുക്ക് ഫാറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മളത് കഴിക്കുമ്പോൾ. പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡി ഫങ്ഷനും ഒരുപാട് മോശാവസ്ഥയിലല്ലാതെ നല്ല രീതിക്ക് പോവാനും നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷൻ ആണെങ്കിലൊക്കെ നല്ല രീതിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ ഞാൻ ഫാറ്റിന്റെ കാര്യം പറഞ്ഞോണ്ട് ഞാൻ ജസ്റ്റ് കൂടി പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ മാക്രോ ന്യൂട്രിയൻസിന്റെ കീഴിൽ വരുന്ന കുറച്ച് ന്യൂട്രിയൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയായിരുന്നു? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്സ്. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മൈക്രോ ന്യൂട്രിയൻസ്. നമ്മൾ മാക്രോ ന്യൂട്രിയൻസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെ ഈ മാക്രോ ന്യൂട്രിയൻസിൽ പെട്ട ഈ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ആണെങ്കിലും ഫാറ്റ് ആണെങ്കിലും എല്ലാം ഒരുപാട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എനർജി ആണെങ്കിലും അതേപോലെ ബോഡിയിൽ ഓരോ ഫംഗ്ഷനുകളൊക്കെ നടക്കാനായിട്ട് സ്മൂത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ന്യൂട്രിയൻസുകളാണ് ഇത് മൂന്നും നമ്മൾ പറഞ്ഞത്. പക്ഷെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മൈക്രോ ന്യൂട്രിയൻസ്. പക്ഷെ കമ്പയർ ടു മാക്രോ ന്യൂട്രിയൻസ് കുറച്ച് അളവിൽ മാത്രം മതി എന്ന് മാത്രം. ഇപ്പം വൈറ്റമിൻ ആണെങ്കിലും അതേപോലെ മിനറൽസ് ആണെങ്കിലും എല്ലാം കുറച്ച് മതി. പക്ഷെ നമുക്ക് ഒട്ടും തന്നെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്.
അപ്പൊ മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്ന സ്പെസിഫിക്കേഷൻസുകളാണ് ഒന്ന് മിനറൽ, പിന്നെ വൈറ്റമിൻ, പിന്നെ വാട്ടർ. വാട്ടർ നമുക്ക് ഒരു കാരണവശാലും മൈക്രോ ന്യൂട്രിയൻസിന്റെ ഗണത്തിൽ കൂട്ടാൻ പറ്റില്ല. പക്ഷെ നമ്മളെ കൊണ്ട് എത്രത്തോളം ഹൈഡ്രേറ്റഡ് ആയി കൊണ്ടു നടക്കാമോ അത്രയും ഹൈഡ്രേറ്റഡ് ആയിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. കാരണം ഇപ്പൊ ഈ ചൂട് സമയത്താണെന്നുണ്ടെങ്കിലും അതേപോലെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ മാക്സിമം വെള്ളം കുടിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താ പറ്റുള്ളൂ ഈ പറയുന്ന പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ നല്ല കംപ്ലീറ്റ് ആയിട്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകത്തുള്ളൂ. അതേപോലെ നമ്മുടെ സ്കിന്നിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്കിന്നിനൊരു ഗ്ലോയിങ് കാര്യങ്ങളൊക്കെ വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്താ ഹൈഡ്രേഷൻ പ്രോപ്പർ ആയിട്ട് നടന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം നന്നായിട്ട് കുടിക്കണം. ഓക്കെ, അത് ഒരു കാറ്റഗറി. അപ്പൊ ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത് വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും കാര്യമാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് വൈറ്റമിൻസിനെ പറ്റിയിട്ടാണ്. നമ്മുടെ ബോഡിയുടെ പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് നടന്നു പോകണമെങ്കിൽ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നന്നായിട്ട് കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് അതിന് പകരം ഇപ്പൊ ചില ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് വൈറ്റമിൻ ക്യാപ്സ്യൂള് ഒക്കെ മേടിച്ച് കഴിക്കുന്നത്. പക്ഷെ അതൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആകും എന്നുള്ളത് അറിയാൻ പാടില്ല. അല്ലാതെ വേറെ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ നമ്മൾ ഈ ഫേസ് പാക്ക് അങ്ങനെയുള്ളതിലൊക്കെ വൈറ്റമിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് ഡ്രോപ്സ് അതിന്റെ ആ ഓയില് ഡ്രോപ്സ് അതൊക്കെ ഒഴിച്ചിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എത്രത്തോളം സാധ്യമാകും എന്നുള്ളതും നമുക്ക് അറിയില്ല സത്യം പറഞ്ഞാല്. അപ്പൊ അതിനെക്കാട്ടിലും നല്ലത് വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ മാക്സിമം ഇൻടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ എന്താ പറയാ അതിനായിട്ടുള്ള ഗുളികയും കാര്യങ്ങളൊന്നും കഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളൊക്കെ നന്നായിട്ട് കഴിക്കുക. അപ്പൊ വൈറ്റമിൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബോഡി പ്രോസസ്സുകൾ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ എ ആണെങ്കിലും വൈറ്റമിൻ സി ആണെങ്കിലും വൈറ്റമിൻ ഡി ആണെങ്കിലും വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ ബോൺസ്, ടീത്ത്, അതേപോലെ ബോൺസിന്റെ ഒക്കെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് അത് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്. പിന്നെ വൈറ്റമിൻ എ എന്ന് പറയുന്നത് കണ്ണിന്, അതായത് ഐ പ്രോബ്ലംസും കാര്യങ്ങളും ഇൻഫെക്ഷൻസോ അലർജീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കെ കഴിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ വെറുതെ ഉള്ള കണ്ട ഗുളികളൊന്നും കഴിക്കാതെ ആവശ്യാനുസരണമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഓരോ ഇതിനനുസരിച്ച്, അതായത് വൈറ്റമിനിന്റെ ഫുഡുകൾ ഇത്, അതിൽ പ്രോട്ടീൻസിന്റെ ഫുഡ് ഇതൊക്കെ, കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഫുഡ്, അതേപോലെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ്, അങ്ങനെ ഒരുപാട് ഫുഡ് നമ്മളിങ്ങനെ വേർതിരിച്ച് കാണാതെ നമുക്ക് അത്യാവശ്യമുള്ള ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്ന ഫുഡ്, ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഫുഡുകളൊക്കെ മാക്സിമം ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് മിനറൽസിനെ പറ്റിയിട്ടാണ്. മിനറൽസ് നമ്മൾ എന്തിനാണ് മിനറൽസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബോൺ ഹെൽത്തും അതേപോലെ ലിവർ ഫംഗ്ഷനും ബ്ലഡ് സർക്കുലേഷനും കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിനറൽസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഒക്കെ കഴിക്കണം എന്ന് പറയുന്നത്. ലാസ്റ്റ് പറയാൻ പോകുന്നത് വാട്ടർ. അതായത് വാട്ടർ നമുക്കറിയാം സർവൈവലിന് വേണ്ടിയിട്ടും നമ്മുടെ എന്താ പറയാ ഡൈജഷൻ പ്രോപ്പർ ആവാൻ വേണ്ടിയിട്ടും ഒക്കെ വാട്ടർ നന്നായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ഇതിനു മുമ്പ് ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് കുറവാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഡൈജഷൻ പ്രോപ്പർ ആവത്തില്ല. പിന്നെ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി എന്താ പറയാ ചുക്കിച്ചുളിഞ്ഞ് ഭയങ്കരമായിട്ട് ആന്റി ഏജിങ് ആയുള്ള ഒരു ഫീല് പോലെ നമുക്ക് തോന്നും. പക്ഷെ അതൊക്കെ ഒഴിവാക്കാനായിട്ട് കൂടുതലും നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളം കുടിക്കാനും നോക്കുക. അപ്പം ഇന്നത്തെ ഈ ഒരു സെഗ്മെന്റ് ന്യൂട്രിയൻസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടും എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതും ബൈ.